മോളൊന്ന് വരുമോ? നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ആയിരുന്നു. എബ്രായലേഖനം 11-ാം അധ്യായം നമ്മൾ ചിന്തിച്ചത് 11-ാം അധ്യായത്തില് വിശ്വാസ വീരന്മാരുടെ വലിയ ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് 12-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരം മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിരുന്നു. ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും മുൻപിൽ ദൈവം ഓരോ ഓട്ടം വെച്ചിരുന്നു. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചത്, മോശയെ ദൈവം വിളിച്ചത്, ദാവീദിനെ ദൈവം വിളിച്ചത് ഓരോ പ്രത്യേകമായ പർപ്പസിന് ലക്ഷ്യത്തിന് വേണ്ടി ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ അവരിൽ കൂടെ ദൈവം നിവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു ദൈവം അവരെ വിളിച്ചത്. അവരുടെ വിളിയിൽ അവർ വിശ്വസ്തരായിരുന്നു. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു, അംഗീകാരം പ്രാപിച്ചു. അവർ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി. അത് നമുക്ക് ഏകദേശം ഇങ്ങനെ ചിന്തിക്കാം. ഒരു സ്കൂള് വിട്ട് ആ സ്കൂളിലെ പിള്ളേരെല്ലാവരും 4 മണി വിട്ട് എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. എല്ലാവരും ഒരു വീട്ടിലേക്കല്ല പോയത്, അവരവരുടെ വീടുകളിലേക്ക് അവരവർ പോയി എന്ന് പറഞ്ഞ പോലെ മോശെ ദൈവം വിളിച്ചത് ഇസ്രായേലിന്റെ വിമോചകനായി വിളിച്ചു. അതിൽ ദൈവത്തിന്റെ ഇഷ്ടം മോശയുടെ ആവോളം നിവർത്തിച്ചു. ദാവീദിനെ ദൈവം വിളിച്ചത് ഇസ്രായേലിന്റെ രാജാവായിട്ടായിരുന്നു. അതിൽ ദാവീദ് ദൈവം കൊടുത്ത പ്രാപ്തിക്ക് അനുസരിച്ച് ദൈവം അത് നിവർത്തിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഓട്ടം തികച്ച് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി. ഇവിടെ നമ്മൾ വായിക്കുന്ന അതുകൊണ്ട് നാമും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ നമ്മുടെ മുമ്പിലും ഓട്ടമുണ്ട്, അവർ ഓടിയതുപോലെ. എന്നാൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഈ പുതിയ നിയമ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യത്തിലേക്കുള്ള വിളിയല്ല, എല്ലാവർക്കും ഏക ലക്ഷ്യമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ വെച്ചിരിക്കുന്നത്. ആ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ റോമാലേഖനത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വരൂപം പ്രാപിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത്. അത് എല്ലാവരെയും ഒരേ ലക്ഷ്യത്തിലേക്കാണ് വിളിച്ചത്. ആ ഒരേ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സഹിഷ്ണുതയെ ധ്യാനിച്ചുകൊള്ളുകയും. 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കുക. 11-ാം അധ്യായത്തിൽ ഒരുപാട് വിശ്വാസത്തിന് വേണ്ടി ചെയ്ത, വിശ്വാസത്തിന്റെ സ്ഥിരത പ്രാപിച്ച, വിശ്വാസത്തിന് ദൈവത്തിന്റെ അംഗീകാരം പ്രാപിച്ച ഒത്തിരി പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഈ അങ്ങനെ ദൈവത്താൽ അംഗീകാരം പ്രാപിച്ച ആരെയെങ്കിലും നിങ്ങൾ നോക്കണമെന്നല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാൻ ഒറ്റയൊരു വ്യക്തിയെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദാവീദും ദാനിയേലും അങ്ങനെ എല്ലാ വിശുദ്ധന്മാരും പഴയ വിശുദ്ധന്മാരെല്ലാവരും അവരവരുടേതായ ഒട്ടം ദൈവം അവർക്ക് ചെയ്യാൻ കൊടുത്ത വേല തികച്ച് അവരപ്പുറത്തേക്ക് കടന്നുപോയി. എന്നാൽ ഇവിടെ നമ്മൾ അവരെ ആരെയും നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിനെ മാത്രം നോക്കുക എന്നുള്ളതാണ്. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സഹിഷ്ണുതയെ ധ്യാനിച്ചുള്ളി. അത് ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക വിശ്വാസ വീരന്മാര് അവർ ഒരുപാട് കഷ്ടതകള് പ്രയാസങ്ങള് അവരുടെ ഇഹലോക ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. അവർക്കും ക്ഷീണിച്ചും മടുത്തും പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ അവരെ പരമേൽപ്പിച്ചിരുന്ന ദൈവത്തിന്റെ ഉദ്ദേശം അവർ നിറവേറ്റി അവർ കടന്നുപോയി. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ നാം നോക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്തുകൊണ്ട് നോക്കണം?
അതിന്റെ ഒരു കാരണം നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണവും മടുപ്പും വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപ്പോസ്തലൻ ഈ കത്ത് എബ്രായർക്ക് എഴുതുമ്പോൾ അവരിൽ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ ക്ഷീണവും മടുപ്പും അവരിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരെ ഉണർത്തി പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അവരോട് പറയുന്നത് അത് ഇങ്ങനെ നമുക്ക് ചിന്തയും, സഹോദരന്മാരെ, നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ക്ഷീണവും മടുപ്പും നിരാശയും എല്ലാം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ആ നിരാശയും മടുപ്പും ക്ഷീണവും എല്ലാം നമുക്ക് മാറിപ്പോകണമെങ്കിൽ നമ്മൾ വേറെ ആരും നോക്കിയിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ മാത്രം നോക്കുക. യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങള്, പ്രയാസങ്ങള്, മടുപ്പുകളെല്ലാം മാറിപ്പോകും. കാരണം നമ്മളിൽ ഒരുവനെ പോലെ ഒരു പൂർണ്ണ ദൈവമായിരുന്നവൻ തന്നെ പൂർണ്ണ മനുഷ്യനായി നമ്മിൽ ഒരുവനെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ പിതാവിന്റെ സമ്പൂർണമായ ഇഷ്ടം നിറവേറ്റി തന്റെ ദൗത്യം നിറവേറ്റി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. അപ്പോ നമ്മൾ കടന്നു പോകുന്ന എല്ലാ വഴികളിലും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് മുൻപായിട്ട് കടന്നു പോയിട്ടുണ്ട്. ഒരു സാമ്പത്തികമായ ഞെരുക്കം മിക്കവർക്കും അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യമാണ് സാമ്പത്തികമായ ഞെരുക്കം. നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ, ഏറെയോ കുറയോ, അല്ലെങ്കിൽ സാരമായിട്ടോ ആംശമായിട്ടോ ഭാഗികമായിട്ടോ ഒക്കെ എല്ലാവർക്കും ഈ സാമ്പത്തിക ഞെരുക്കം ഒരു പക്ഷെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ യേശു സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ എന്തോരം സാമ്പത്തികമായിട്ട് പ്രയാസപ്പെട്ടു, കർത്താവ് സാമ്പത്തികമായ ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് യേശു അനുഭവിച്ചിട്ടുണ്ട്. യേശു അനുഭവിക്കാത്ത ഒരു വഴികളിൽ നമ്മളെ കടത്തിവിടാൻ ദൈവം ഒരിക്കലും മുതിരത്തില്ല. യേശുവിന് കരം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള സത്യം നമുക്കറിയാം. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായ പ്രയാസങ്ങളും വേദനകളും പല അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ പലപ്പോഴും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ എല്ലാ ജീവിതത്തിലും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോ നമ്മൾ ചിന്തിക്കുകയാണ്, യേശുവിന് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, യേശു എത്ര രോഗികളെ സൗഖ്യമാക്കി, അപ്പൊ യേശുവിന് ശരീരത്തിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് പകരം പറയുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന് ദൈവത്തിന് പകരം പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞ താല്പര്യം, ഇങ്ങനെയുള്ള എല്ലാ നമ്മൾ നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. എന്നാൽ അതേ സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ടുകളൊന്നും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ ഇടയായില്ല. പിതാവിന്റെ ഇഷ്ടം അങ്ങനെ തന്നെ, എന്താണോ പിതാവിന്റെ ഇഷ്ടം അതുപോലെ തന്നെ പൂർണ്ണമായി നിവർത്തിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്. അപ്പൊ നിങ്ങളുടെ ഉള്ളില് ഇങ്ങനെ ക്ഷീണവും മടുപ്പും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങനെ ക്ഷീണവും മടുപ്പും ഒക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ, നിങ്ങൾക്ക് ഓർക്കാൻ, നിങ്ങൾക്ക് ധ്യാനിക്കാൻ ഒരേ ഒരു വ്യക്തി, അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങളുള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ യേശുവിന്റെ കാര്യമൊന്നും തൊട്ടു മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചാൽ ധ്യാനിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് പറയുക, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങളിൽ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതിന്റെ കാരണം യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് തീരുമാനിച്ചു. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തം ഇഷ്ടം ചെയ്യാന്ന്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്ന എല്ലാ കാര്യത്തെയും പാപം എന്നാണ് നാം വിളിക്കേണ്ടത്. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ എല്ലാ സമയത്തും സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചിട്ട് പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നു. അങ്ങനെ പിതാവിന്റെ ഇഷ്ടം എന്നുള്ളത് തൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ പാപത്തിന് പ്രായശ്ചിത്തമായി പാപികൾക്ക് വേണ്ടി മരണത്തിന് ഒഴുക്കി കളയുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതും യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു. പക്ഷെ നമ്മളിൽ ആരും അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് അപ്പോസ്തലൻ പറയുന്നു. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എഴുതുന്നിട്ടില്ല.
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ മരിക്കേണ്ടി വന്നാലും സ്വന്തം ഇഷ്ടം ചെയ്യാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ആ തീരുമാനം യേശു എടുത്തതുപോലെ നമ്മളുടെ ഈ ലോക ജീവിതത്തിലും മരണകരമായ കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പോലും ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതാണ് അഭികാമ്യം എന്ന ഏറ്റുപറച്ചിലും അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമുക്ക് വേണം ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ പോലും അതുണ്ടായിരുന്നു. നമുക്കറിയാം, ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ദൂര സമഭൂമിയിൽ 60 മുഴം നീളവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണം കൊണ്ടൊരു സ്റ്റാച്യു ഉണ്ടാക്കുന്നു, പ്രതിമ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചുളയിൽ ഇടും എന്നുള്ള നിയമം നടപ്പിലാക്കി, അല്ലെങ്കിൽ പാസ്സാക്കി. എന്നാൽ ഈ എരിയുന്ന തീച്ചുള കണ്ടിട്ടും വേറെ ഒരു ദൈവത്തെ നമസ്കരിക്കരുത് എന്നുള്ള മോശയുടെ കൽപ്പന അങ്ങനെ അച്ചട്ടായിട്ട് അങ്ങനെ പൂർണ്ണമായി അനുസരിക്കാൻ വേണ്ടി അനുസരിക്കുന്നത് വഴി ഈ തീച്ചുളയിൽ വീഴേണ്ടി വന്നാലും അഥവാ ഈ തീയിൽ എരിഞ്ഞ് മരിക്കേണ്ടി വന്നാലും ഒരു കാരണവശാലും ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല എന്നുള്ള തീരുമാനം ചന്ദ്രക്ക, മേശക്, അബേദ്നെഗോ എന്നിവർ എടുത്തിരുന്നു. അപ്പൊ പാപം ചെയ്യുക അഥവാ ഈ ബിംബത്തെ നമസ്കരിക്കുക, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് സ്വന്തം പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനം പഴയ നിയമ വിശുദ്ധന്മാർ പോലും അവരിൽ പോലും എടുത്തിരുന്നു. ഇപ്പൊ ദാനിയേലിന്റെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം. ദാനിയേൽ ദൈവത്തോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. എന്നാ ദാര്യാവേശിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള കൽപ്പന വന്നപ്പോ ദാവീദ് ചെയ്ത കാര്യം ദൈവത്തോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്കിന്റെ അനന്തരഫലമായിട്ട് ദൈവത്തോട് രാജാവിനോട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നുള്ള നിയമം അവിടെ പാസ്സാക്കി എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ, അത് അറിയാം എന്നിരിക്കെ തന്നെ ദാനിയേല് അങ്ങനെ സിംഹത്തിന്റെ കുഴിയിൽ വീണ് സിംഹത്താൽ കൊല്ലപ്പെടേണ്ടി വന്നാലും ദൈവപ്രമാണം ലംഘിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ദാനിയേല് ഉറച്ചു നിന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാധ്യതകളിൽ അപ്പോഴും നാം നോക്കേണ്ടത് യേശുവിനെയാണ്. നമ്മുടെ മാതൃക യേശു മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗം എടുത്തുനിന്നിട്ടില്ല. നിങ്ങൾ അടുത്ത് പറയുന്നത്, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. മകനെ കർത്താവിന്റെ ശാസന നിരസിക്കരുത്, അവൻ ശിക്ഷിക്കുമ്പോൾ മുഷിയുമരുത്. ശരിക്ക് കർത്താവിന്റെ ശിക്ഷ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് പരിഭാഷയിൽ നമുക്ക് ഡിസിപ്ലിനേറ്റ് എന്നുള്ള വാക്കാണ് കാണുന്നത്. അതിന്റെ ശിക്ഷ എന്നല്ല, ശിക്ഷണം എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുതെന്നല്ല, ശിക്ഷണം നിരസിക്കരുത്. മകനെ കർത്താവിന്റെ ശിക്ഷണം നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. അപ്പൊ ഈ ശിക്ഷ എന്ന് പറയുന്നത് കുറ്റം ചെയ്തതിന് ശേഷം കൊടുക്കുന്ന പ്രതിഫലമാണ് ശിക്ഷ എന്ന് പറയുന്നത്. അല്ല, കുറ്റം ചെയ്തു എന്നതിന് ദൈവം കൊടുക്കുന്ന, അല്ല ഈ ലോകത്തിലെ കോടതികൾ പോലും കൊടുക്കുന്ന, കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഈ ലോകത്തിലെ കോടതികളും ദൈവവും കുറ്റം ചെയ്തതിന് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കുന്ന ആ പ്രതിഫലത്തിനാണ് നമ്മൾ ശിക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശിക്ഷണം എന്ന് പറയുന്നത് കുറ്റം ചെയ്തത് കൊണ്ട്, അല്ല പാപം ചെയ്തത് കൊണ്ട് കൊടുക്കുന്ന കാര്യമല്ല, പാപം ചെയ്യാതിരിക്കാൻ കൊടുക്കുന്ന കാര്യം ശിക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന് ഏറ്റവും നല്ല ഒരു നല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത് അപ്പോസ്തലൻ പൗലോസിന്റെ ജീവിതത്തിൽ, പൗലോസിന്റെ തുടർമാനമായി തന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ തന്റെ ജീവിതത്തില് ഒരു ശൂലം ഉണ്ടായിരുന്നു എന്ന് താൻ തന്നെ പറയുന്നു. അത് പിശാചിന്റെ ഒരു ദൂതനായിരുന്നു എന്നും പറയുന്നു. അപ്പോ അത് 2-3 വട്ടം തന്നെ വിട്ട് നീങ്ങിപ്പോകാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പൊ ദൈവം അതിന് മറുപടി കൊടുത്തത് നീങ്ങിപ്പോകുന്നല്ല, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള റിപ്ലൈ ദൈവം പൗലോസിന് കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു താല്പര്യം,
പൗലോസിന് ദൈവം ഇങ്ങനെ തന്റെ ജീവിതത്തിൽ, തന്റെ ശരീരത്തിൽ ഒരു ശൂലം കൊടുത്തതിന്റെ കാരണം പൗലോസ് എന്തെങ്കിലും പാപം ചെയ്തത് കൊണ്ടുള്ള ശിക്ഷയല്ല, നേരെ മറിച്ച് പാപം ചെയ്യാതിരിക്കാനുള്ള ശിക്ഷണമായിരുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാപത്തിൽ വീണതിന് ശേഷം ദൈവം ശിക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് പാപത്തിൽ വീഴാതിരിക്കാൻ, അഥവാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് മകനെ കർത്താവിന്റെ ശിക്ഷ എന്നുള്ള വാക്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിലെ ഡിസിപ്ലിനിങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അത് ശിക്ഷണം എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ ശിക്ഷണത്തിൽ കൂടെ നടക്കുന്നു. അങ്ങനെ അപ്പൻ ശിക്ഷണത്തിൽ കൂടെ നടക്കാത്ത മക്കളാരാ ഉള്ളത്? നമ്മള് നിസ്സാരം എന്ന് പറയുമ്പോൾ നമ്മള് ഇങ്ങനെ ചിന്തിക്കുക, ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ നമ്മള് ടൂത്ത് ബ്രഷ് എടുത്ത് രാവിലെ ബാത്റൂമിൽ പല്ല് തേക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അത് ശീലിപ്പിക്കാറുണ്ട്. അവൻ ചെറുപ്പത്തിലെ തന്നെ പല്ലൊക്കെ കിളുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ പല്ല് തേക്കുമ്പോൾ അവനും അത് കണ്ട് ചെറിയൊരു ബ്രഷ് മേടിച്ച് പേസ്റ്റൊക്കെ മേടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ നമ്മളിങ്ങനെ പല്ല് തേപ്പിക്കാൻ ശീലിപ്പിക്കും. അപ്പൊ അങ്ങനെ ഉള്ള പല ശീലങ്ങളും ദൈവം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. ഇപ്പോ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി ദൈവം മോശയെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുക്കപ്പെട്ട മോശയെ ദൈവം തെരഞ്ഞെടുത്തതിന് ശേഷം 40 വർഷം ആടിനെ തീറ്റുന്ന ജോലിയിലാണ് ദൈവം അവനെ വിട്ടുകൊടുത്തത്. അതൊരു ഡിസിപ്ലിനിങ് ആയിരുന്നു. അതൊരു ശിക്ഷയല്ല, ശിക്ഷണമായിരുന്നു. കാരണം ഈ ഏകദേശം 10-20 ലക്ഷം ജനങ്ങളെ ഇസ്രായേലിൽ വിടുവിച്ച് അവരെ എങ്ങനെ നടത്തണം എന്നുള്ളത് മോശ വിചാരിച്ച പോലെ അല്ല അവർ നടത്തേണ്ടത്. മോശ വിചാരിച്ചത് നമുക്കറിയാമല്ലോ, ഒരു ഇസ്രായേലിനെ ഒരു മിസ്രൈമിൻ അടിക്കുന്നത് കണ്ടിട്ട് ഈ ഒറ്റ അടിക്ക് മിസ്രൈമിനെ കൊന്നിട്ട് ആരും കാണാതെ മണലിൽ കുഴിച്ചിട്ടു. അപ്പൊ അവിടെ മോശ വിചാരിച്ചത് താൻ മുഖാന്തരം ഇസ്രായേലിനെ വിടുവിക്കണം എന്ന് തനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിടുതല് ഈ രൂപത്തിൽ ആയിരിക്കണം എന്ന് മോശ വിചാരിച്ചു. എന്നുവെച്ചാൽ മസിൽ പവർ കൊണ്ട് ഇങ്ങനെ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കും എന്നാണ് മോശ വിചാരിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ അങ്ങനല്ലായിരുന്നു. മസിൽ പവർ കൊണ്ട് ഇസ്രായേലിനെ വിടുവിക്കുക എന്നുള്ളതല്ലായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ, മറ്റൊന്നായിരുന്നു. എന്നാൽ ആ പ്ലാനിന് വേണ്ടി മോശയെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവം 40 വർഷം മോശയെ മിദ്യാനിലേക്ക് വിട്ടിട്ട് അവിടെ ദൈവം മോശയെ അതിനുവേണ്ടി ഡിസിപ്ലിൻ ചെയ്തെടുക്കുമായിരുന്നു. അതിനുവേണ്ടി ശിക്ഷണത്തിൽ കൂടെ 40 വർഷം ദൈവം നടത്തി. 40 വർഷത്തെ ശിക്ഷണത്തിന് ശേഷം ദൈവം മോശയോട് പറയുന്നു, ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അയക്കുവാന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, അയ്യോ അത് വേണ്ട, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്നാണ് മോശ പറയുന്നത്. എന്നാൽ 40 വർഷത്തിന് മുമ്പ് മോശ ഒറ്റ അടിക്കൊരു മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ട് മണലിൽ കുഴിച്ചിട്ടപ്പോൾ മോശ വിചാരിച്ചത് താൻ മുഖാന്തരം ഇസ്രായേലിന് ഇങ്ങനെ വിടുതലുണ്ടാകും, രക്ഷയുണ്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ 40 വർഷത്തെ ഡിസിപ്ലിനിങ്ങിന് ശേഷം മോശ പറയുന്നു, അതിന് എനിക്ക് അതിനുള്ള പ്രാപ്തിയൊന്നുമില്ല, എന്റെ നാവാണ് തടിച്ചതാണ്, വേണ്ട പോലെ വർത്തമാനം പറയാൻ പോലും എനിക്കറിയത്തില്ല. പല ഒഴിവഴികളും മോശ പറയുന്നു. അപ്പോ ഈ ഡിസിപ്ലിനിന്റെ അവസാനത്തിൽ എത്തിച്ചേരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതിനൊന്നും പ്രാപ്തനല്ല, യോഗ്യനല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ മനുഷ്യൻ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അവനെ ഉപയോഗിക്കാൻ ദൈവത്തിന് ഒരിക്കലും കഴിയത്തില്ല. നമ്മള് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് പറഞ്ഞു, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്റെ കൂടെ മരിക്കും, അതിന് ഞാൻ ഒരുക്കമാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. ഉടനെ യേശു പറയുന്നത്, പത്രോസെ, ഇപ്പോ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയുന്നതല്ല. അതിനുശേഷം നമ്മള് യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗം വായിക്കുമ്പോൾ യേശു ഇതേ പത്രോസിനോട് പറയുന്നത്, പത്രോസ് നീ എന്നെ അനുഗമിക്കാം. അപ്പോ ഈ 2 കാര്യങ്ങളും തമ്മിൽ എന്തൊക്കെയോ സംഭവിച്ചു. അതിന്റെ അനന്തരമായ റിസൾട്ടാണ് നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഈ പത്രോസിനോട് തന്നെ യേശു പറയുന്നത്, നീ എന്നെ അനുഗമിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു പതനത്തിലേക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവം വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശിക്ഷയല്ല,
ശിക്ഷണം തരുന്നുണ്ട്. ശിക്ഷണം ഇവിടെ പറയുന്നു, അപ്പൻ അങ്ങനെ ശിക്ഷണം കൊടുക്കാത്ത മക്കൾ ആരാവുള്ളൂ? ചെറുപ്പത്തിലെ തന്നെ അവരെ നമ്മൾ നടക്കാൻ ശീലിപ്പിക്കാറുണ്ടല്ലോ. ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ നടക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ നമ്മൾ അവരെ കയ്യെ പിടിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ നടന്നു കാണിക്കുന്നുണ്ട്, നമ്മൾ അവരെ കയ്യെ പിടിച്ച് നടത്തുന്നുണ്ട്. ഇതെല്ലാം ശിക്ഷണത്തിന്റെ ഒരു ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു വളർത്തുനായ നമ്മൾ വളർത്തുന്നു. ഒരു വളർത്തുനായെ ഒരു യജമാനൻ വളർത്തുമ്പോൾ പോലും ആ വളർത്തുനായ്ക്ക് പോലും നമ്മൾ പല ശിക്ഷണങ്ങളും കൊടുക്കാറുണ്ട്. ശിക്ഷയല്ല, അതിനെ ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള അപ്പൻ ശിക്ഷിക്കാത്ത, ഇവിടെ എഴുതി അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. ശിക്ഷണം എന്നുള്ള വാക്ക് പിന്നെ ഇവിടെ ശിക്ഷ എന്നാണ് എഴുതിയിരിക്കുന്നത്. ശിക്ഷണം എന്ന് നമ്മൾ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മകനെ കർത്താവിന്റെ ശിക്ഷണം നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയും അരുത്. ഇതൊരു കൊട്ടേഷനാണ്. ഇത് പഴയ നിയമ ഉദ്ധരണിയിൽ നിന്ന് പുതിയ നിയമത്തില് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഈ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തില് 2 ഭാഗത്ത് നമ്മൾ ഇത് കാണുന്നുണ്ട്. ഒന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിലും പിന്നെ സദൃശ്യവാക്യത്തിലും നമ്മൾ ഈ വാക്യം കാണുന്നുണ്ട്. സദൃശ്യവാക്യം 31-ാം അധ്യായത്തിന്റെ സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലാണ്. അവിടെ ഇങ്ങനെ എഴുതി, ഞാൻ വായിക്കാം. എൻ്റെ മകനെ, യഹോവയുടെ ശിക്ഷണം നിരസിക്കരുത്, അവന്റെ ശാസന വെറുക്കുകയും അരുത്. ഇനി ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിന്റെ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില്ല, ദൈവം ആരെ ശാസിക്കുന്നുവോ ആ മനുഷ്യൻ ഭാഗ്യവാനാകും, അതുകൊണ്ട് സർവശക്തന്റെ ശിക്ഷണം നിരസിക്കരുത്. വെളിപ്പാട് പുസ്തകം 3:19 ഇങ്ങനെ പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, മകനെ കർത്താവിന്റെ ശാസന നിരസിക്കരുത്, അവന്റെ ശിക്ഷണത്തെ മുഷിയും വരുത്. ഇതായിട്ട് പറയുന്നിരിക്കുന്നു, താൻ മുഷിയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെ തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ വായിച്ച് കാണുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. കർത്താവ് സ്നേഹിക്കുന്നതിന്റെ അടയാളം നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്നത് വളരെ വിചിത്രവും വളരെ രസകരവും എന്നാൽ 100% ദൈവവചനത്തിന് വിപരീതവുമായ പ്രസംഗങ്ങളാണ് നാം അധികം പങ്ക് കേൾക്കുന്നത്. ദൈവം ഒരുവനെ സ്നേഹിക്കുന്നു, ദൈവം ഒരുവനെ കൈക്കൊണ്ടിരിക്കുന്നു, ദൈവം ഒരുവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ വർധന ആണ് അതിന്റെ അളവുകോലായിട്ട് ഈ ലോകത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ പോലും വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തീയ ഗോളം ക്രിസ്തീയതയല്ല. യഥാർത്ഥമായ ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവവചനത്തിനോട് 100% സത്യസന്ധത പുലർത്തുന്നതായിരിക്കും യഥാർത്ഥമായ ക്രിസ്തീയത. എന്നാൽ നാം ലോകത്തിലെമ്പാടും കേൾക്കുന്നത് അത് വ്യാജമായ ഒരു അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു സുവിശേഷവും മറ്റൊരു യേശുവും മറ്റൊരു ആത്മാവുമാണ്. അവിടെ അവര് പറയുന്നത്, ആ കൂട്ടര് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ദൈവം ഒരുവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം അവന് കൊടുത്തുകൊണ്ടാണ്. ദൈവം ഒരുവനെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അവൻ ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കാളും എല്ലാ വിധത്തിലും മുൻപിൽ നിൽക്കുന്നവനായിരിക്കും എന്നൊക്കെയുള്ള വ്യാജമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും അത് ദൈവവചനപ്രകാരം സത്യമല്ല. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പോലും ഉന്നതന്മാരായിരിക്കുന്ന ആരും ദൈവമക്കളല്ല എന്നുള്ള സത്യം നാം സ്മരിച്ചു കളയും. നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ ഏഷ്യയിലെ പോലും വലിയ വലിയ കോടീശ്വരന്മാര് നമ്മുടെ ഇന്ത്യയിൽ പലരുണ്ട്. ആ എണ്ണത്തിൽ ആ ലിസ്റ്റിൽപ്പെട്ട പലരുണ്ട്. അവരിൽ ആരും ദൈവമക്കൾ പോലുമല്ല. പക്ഷെ അവര് എല്ലാ വിധത്തിലും ഉന്നതന്മാരാണ്. അപ്പൊ ഇത് വ്യാജമായ ഒരു സുവിശേഷമാണ്, വ്യാജമായ പഠിപ്പിക്കലാണ്. അതല്ല ദൈവ സത്യം പറയുന്നത്.
താൻ സ്നേഹിക്കുന്ന ഏത് മക്കളെയും ശാസിക്കും ശിക്ഷിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള ഒരു പിതാവാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏതെങ്കിലും കുഞ്ഞ് അരുതാത്തൊരു കാര്യം കാണിച്ചാൽ ആ കുഞ്ഞിനെ ശാസിക്കുകയോ ഡിസിപ്ലിൻ ചെയ്യുകയോ ചെയ്യാത്ത ഒരപ്പൻ ഒരമ്മ യഥാർത്ഥത്തിൽ ഒരു അപ്പനോ അമ്മയോ ആയിരിക്കാൻ സാധ്യത വേണ്ട. നമ്മുടെ ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്നു, സ്കൂളിൽ ഒരു കുഞ്ഞിനെ പഠിക്കാൻ വിട്ടിട്ട് 2 2 എത്ര ആണെന്ന് അധ്യാപകൻ ചോദിച്ചിട്ട് 2 2 3 എന്ന് അധ്യാപകനോട് ആ കുഞ്ഞ് മറുപടി പറഞ്ഞാൽ ആ അധ്യാപകന്റെ പ്രതികരണം എന്തായാലും അധ്യാപകൻ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. 2ന്റെ ഗുണനപ്പട്ടിക ഒരു 10 പ്രാവശ്യം എംബോയിസേഷൻ എഴുതാൻ പറ്റും. കാരണം ഇതിന് ഈ രണ്ട് എത്ര 2 2 കൂട്ടിയാൽ എത്ര, അല്ലെ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്നത് എന്നുള്ള ബോധ്യം ഈ കുഞ്ഞിനെ ഇതുവരെ വരാത്തത് കൊണ്ട് ആണ് അധ്യാപകൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ആ കുഞ്ഞിനോടുള്ള നീരസം കൊണ്ടോ കുഞ്ഞിനോടുള്ള വൈരാഗ്യം കൊണ്ടോ വാശി കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് ആ കുഞ്ഞ് നാളെ ഈ 2 2 ഈ 2 എത്ര ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാനോ പ്രാപ്തനാകണം. അതാണ് അധ്യാപന ഉദ്ദേശം എന്ന് പറഞ്ഞ പോലെ ദൈവം കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നടന്ന പോലെ തന്നെ നടക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതില് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നോ അതിൽ നിന്ന് ഒട്ടും കുറവുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവം മുമ്പാകെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്താണോ ആ മഹത്വത്തിന്റെ പങ്കാളിയായി തീരാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന് ഇങ്ങനെ വായിക്കുന്നല്ലോ, ക്രിസ്തുവേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവേശുവിലുള്ള മഹത്വം, ദൈവ മഹത്വം എന്താണോ ആ മഹത്വത്തിന്റെ പങ്കാളികളായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു നടന്നുപോയ വഴിയിൽ കൂടെ നടക്കാൻ വേണ്ടി നമ്മളെ ദൈവം ഓരോ സമയത്തും നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്, നമ്മളെ ശിക്ഷണത്തിൽ കൂടെ നടത്തുന്നുണ്ട്. ആ യേശു നടന്ന ആ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകുന്നതിന് വേണ്ടി നമ്മളെ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായി നമ്മുടെ ഇഷ്ടം വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ഉള്ള വഴികൾ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ പലപ്പോഴും റെഡ് ലൈറ്റുകൾ കത്താറുണ്ട്, നമ്മുടെ വഴിയിൽ പലപ്പോഴും തടസ്സങ്ങൾ വരാറുണ്ട്. നമ്മളപ്പോൾ വല്ലാതെ നമ്മുടെ മാനസികാവസ്ഥ വല്ലാതെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എന്നെ വളരെയധികമായി സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള തെളിവ്, ദൈവം എന്നെ ശാസിക്കുന്നു, ദൈവം എന്നെ ശിക്ഷിക്കുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വിടാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ, എന്നിട്ട് മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ വിഷയമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞിപ്പോ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൊ നിങ്ങള് മറന്നു കളഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം അവരോട് ചോദിക്കും. നിങ്ങൾ മറന്നു കളഞ്ഞോ ഇതൊക്കെ? ഈ കാര്യങ്ങൾ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അല്ല, എല്ലാവരും ഏൽക്കുന്ന ബാലശിക്ഷ ഏൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗരടയന്മാരാണ് എന്നും ഉള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നു കളഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ മറന്നോ എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഈ വഴികളില് നമ്മളും ഇവരെ പോലെ എബ്രായ ക്രിസ്ത്യാനികളെ പോലെ നമ്മൾക്കും ആയിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം നമ്മളെ തന്നെ ഭയത്തോടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുന്നത് എന്ന് എല്ലാ സമയത്തും ആവർത്തിച്ച് ഏറ്റു പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം തന്നെ ആണ് എനിക്ക് വേണ്ടത്, അതിനുവേണ്ടി ഞാൻ വഴി തെറ്റിപ്പോകുമ്പോൾ ഇതാകുന്നു വഴി എന്നുള്ള അവിടുത്തെ ഇമ്പമാർന്ന ശബ്ദം എന്നെ കേൾപ്പിച്ച് ദൈവത്തിന്റെ മരുന്ന് നാം വായിക്കുന്ന പോലെ വ്യസനത്തിന്റെ മാർഗം അടിനിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ പിതാവെ എന്നെ നടത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവഭാഗ്യം തുടരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നതിൽ ഇതിന്റെ ബാക്കി
വാക്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാതെ കർത്താവിൽ ആശിക്കുന്നു. ദൈവം ഒരു സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.